ഞാൻ ചെയ്തെടുത്ത ഒരു ലെറ്റർ ബാഗാണിത്. ഇത് മുഴുവനും ഞാൻ തയ്യൽ കടയിലെ വേസ്റ്റ് കട്ടിങ്സിനെ കൊണ്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് വീട്ടിൽ ഏറ്റവും ഉപകാരം പിടിച്ചൊരു സാധനമാണ്. എന്താ കാരണം വെച്ചാൽ 3 പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഈ 3 പോക്കറ്റിലായിട്ട് നമുക്ക് നമ്മളുടെ ബില്ലുകൾ, ഡോക്ടറെ അടുത്ത് പോയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇതൊക്കെ എടുത്ത് സൂട്ടപ്പോൾ എവിടെ വെച്ചതെന്ന് മറന്നു പോവില്ല. അതിനായിട്ട് ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഈ കട്ടിങ്സ് കൊണ്ട് എല്ലാം ഞാൻ ഈ വേസ്റ്റ് കട്ടിങ്സിൻ്റെ പീസ് ജോയിൻ്റാക്കി തയ്ച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് കട്ടിങ്സ് ആണെങ്കിലും കളയുന്ന സാധനമാണെങ്കിലും നല്ലൊരു ബാഗായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടിങ്സിനെ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ലെറ്റർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മുന്നേ ഞാനൊരു ലെറ്റർ ബാഗ് ഉണ്ടാക്കി കാണിച്ചു തന്നിരുന്നു. അതല്ലാതെ പിന്നെ ഇത് വേറൊരു മോഡലാണ്. അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ വീട്ടിൽ നമ്മളെ സാധനങ്ങളൊക്കെ കടലാസുകളൊക്കെ ഉണ്ടാവുക കെട്ടി വയ്ക്കുക. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ ഫുള്ള് സാധനങ്ങൾ എന്താ വെച്ചാൽ ഈ കട്ടിങ്സ് മുഴുവനും തയ്യൽ കടയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് കട്ടിങ്സാണ്. അവർ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലൈനിങ്ങിൻ്റെയൊക്കെ ബാക്കി പീസുകളുള്ളത് ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ട് അതിനെക്കൊണ്ടാണ് ഞാൻ ഈ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് വേസ്റ്റ് അവർ ചുരിദാറും ബ്ലൗസൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ പീസുകൾ എടുത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതേമാതിരി ഒരു പീസ് വെട്ടിയെടുത്തൊരു നൈറ്റീൻ്റെ പീസാണ്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ കട്ടിങ്സ് ഉണ്ടല്ലോ, ഈ കട്ടിങ്സ് അവിടെ അങ്ങനെ നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് വേറൊരു കളറ് ഇതേമാതിരി ഇവിടെ അങ്ങനെ വെച്ച് തയ്ച്ച് കൊടുത്താൽ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് നീളത്തിൽ വെച്ച് തയ്ച്ച് കൊടുക്കുക. തയ്ച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് മറയ്ക്കുന്ന സമയത്ത് ഇതേമാതിരി വരും. അപ്പോൾ നമുക്കൊരു കാര്യം, ഇത് രണ്ടെണ്ണം ആദ്യം ജോയിൻ്റ് ആക്കി വരും, എന്നിട്ട് അടുത്ത കാണിച്ചു തരാം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. ഇനി അടുത്ത പീസ് തയ്ച്ചെടുക്കുക. ഈ പീസ് എടുത്തിട്ട് ഇതേമാതിരി വയ്ക്കുക. ഇതേമാതിരി വെച്ച് നീളത്തിൽ തയ്ച്ച് ഇങ്ങോട്ട് മറച്ചെടുക്കുക. ഇതേമാതിരി ഈ അറ്റം വരെ ഓരോ പീസ് വെച്ച് തയ്ച്ചത്. ഇപ്പോൾ 2, 3 ഇതേമാതിരി 4, 5, 6 പീസ് വയ്ക്കുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് ഇതുവരെ തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. ഓരോ പീസ് വെച്ചിട്ട് അടുപ്പിച്ച് തയ്ച്ചെടുത്തു. അപ്പോൾ അതിങ്ങനെ കിട്ടി. ഇത് പിന്നെ ഇത് അവരെ കഴുത്തോ എന്തോ വെട്ടീൻ്റെ ഒരു പീസാണിത്. ഇതെടുത്തിട്ട് എന്താ ചെയ്യുക, ഒരു പീസ് നമുക്ക് കിട്ടിയാൽ ഇത് 2 പീസാണ്. ഇത് കട്ട് ചെയ്തെടുക്കുക. അങ്ങോട്ട് 2 പീസാക്കി 2 പീസായി എടുത്തിട്ട് ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുക. 2 ഭാഗത്ത് തുല്യമായിരിക്കണം, നല്ല ശരിക്കും കിട്ടുള്ളൂ. ക്രോസായിട്ട് കുറച്ച് കിട്ടാൻ പ്രയാസമുണ്ട്, എന്നാലും ഏകദേശം വെച്ചിട്ട് വെച്ചെടുക്കുക. ഇതേമാതിരി വരിക. അപ്പോൾ ഇവിടെ ഉള്ള ഈ എക്സ്ട്രാ കട്ട് ചെയ്ത് കളയുക. കാണുന്നുണ്ടാവുമായിരിക്കും. ഞാൻ വേസ്റ്റ് ക്ലോത്ത് എങ്ങനെയാണ് ആ തയ്യൽ കടയിലെ പീസുകൾ ഇതാക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിരുന്നത്. അങ്ങനെ ചെയ്തെടുത്തിട്ട് അങ്ങനെ സ്ക്വയർഡായിട്ട് കിട്ടില്ലേ, ട്രയാങ്കിളായിട്ട് കിട്ടില്ല ഇതിപ്പോൾ. അപ്പോൾ അതിൻ്റെ നടുവിൽ പീസ് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അളവൊന്നും വേണ്ട, നമ്മളൊരു ഇതിൽ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത പീസ് ഇതിൽ അളവെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേമാതിരിയുള്ള ട്രയാങ്കിളിൻ്റെ പീസുകൾ കിട്ടിയതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പീസിൽ ഒരു പീസ് എടുക്കുക.
ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ, വേറെ ഡെക്കറേഷൻ ചെയ്യുക. ഇവിടെ ഈ കോർണറുകൾ വരുന്നുണ്ട്, 4 കോർണർ വരുന്നുണ്ടല്ലോ. ഈ 4 കോർണറിലും ഇതേമാതിരി വെച്ചിട്ട് ഇവിടെ ഈ വക്കൊന്ന് മടക്കി കൊടുക്കുക. വക്കൊന്ന് മടക്കിയിട്ട് ഇതേമാതിരി തയ്ച്ച് കൊടുക്കുക. കണ്ടോ, ഇതേമാതിരി. അങ്ങനെ ഇതേമാതിരി ഇത് 4 പീസ് വരുന്നുണ്ട്. ഈ 4 പീസും 4 കോർണറിലും വെച്ച് തയ്ച്ച് കൊടുക്കുക. അതേമാതിരി ഞാൻ 4 സൈഡും ഡെക്കറേഷൻ തയ്ച്ചു കൊടുത്തു. അപ്പോൾ അതേമാതിരി ഉണ്ടാവും ഈ ഇത് കാണാനായിട്ട്. ഇനി ഇവിടെ പൈപ്പിംഗ് കൊടുത്തൊക്കെ തയ്ക്കണ കാണിച്ചു തരാം. അപ്പോൾ 3 പോക്കറ്റാണ് ഒരു ലെറ്റർ ബാഗിന് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പോക്കറ്റായിട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ ഇതേമാതിരി തന്നെ വേറെ ഒരെണ്ണം കൂടെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇതേ കളറിൽ ഇതേമാതിരി തയ്ച്ച് വെച്ചിട്ടുണ്ട് കോർണറൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേനുള്ള ഈ കളർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ഇതാ ഈ ബ്ലാക്ക് കൊണ്ട് ചെയ്ത് കൊടുത്തു. ബ്ലാക്ക് ഇവിടെ വെച്ചിട്ട് 4 കോർണറിനും ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് 2 അറ്റത്തും ഇതേമാതിരി കൊടുക്കുക. അങ്ങനെ ചെയ്തെടുത്താൽ നടുക്കിലൊരു ബ്ലാക്ക് കൊടുക്കുക. അങ്ങനെ ഒരു ചേഞ്ച് ആയിട്ട് വരുമല്ലോ. അങ്ങനെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഞാൻ തയ്ക്കുന്ന സമയത്ത് ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യുന്ന വിധമാണ് ഇത്. വേറൊരു പീസാണ് ഇത്. അതേമാതിരിയുള്ളൊരു പീസാണ്. കുറച്ച് ചുളിഞ്ഞിട്ടുണ്ട്, തേച്ചാൽ മതി. ഇത് ഇതേമാതിരി ഒരു പീസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഈ ഇങ്ങനത്തെ ഒരു ചെയ്തെടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ ഇതേമാതിരി ഒരു പൈപ്പിംഗ് കൊടുക്കണം. അപ്പോൾ ഈ പീസിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പീസ് ഞാൻ വെട്ടിയെടുത്തതാണ്. ഇതേമാതിരി ഒരു ചെറിയ പീസ് ഞാൻ വെട്ടിയെടുത്തു. കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഈ ബാക്ക് സൈഡിൽ ഇത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതേമാതിരി നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. ഇതേമാതിരി നീളത്തിൽ തയ്ച്ചു കൊടുത്തിട്ട് തയ്ക്കുക. അത് കഴിഞ്ഞ് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തത് ബാക്ക് സൈഡ് കൊണ്ട് തയ്ച്ചെടുത്തു. ഇനി ഇവിടെ എന്താ ചെയ്യുക, ഇതേമാതിരി ഇതങ്ങോട്ട് മടക്കുക. ഇവിടെ അങ്ങനെ തയ്ക്കുക. അതേമാതിരി കണ്ടില്ലേ, ഇതേമാതിരി ഇവിടെ മടക്കുക. മടക്കിയിട്ട് ഇവിടെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇവിടെ കണ്ട ഒരു ബോർഡർ മാതിരി വേണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. കണ്ട അതേമാതിരി ഞാൻ നേരത്തെ ആദ്യം തയ്ച്ച് വെച്ച ഇതിൻ്റെ ആദ്യത്തിൻ്റെ മുകളിൽ ഞാൻ അതേമാതിരി തയ്ച്ചെടുത്ത്, ഇതിൻ്റെ മുകളിൽ അതേമാതിരി തയ്ച്ചെടുത്തു. പിന്നെ ബ്ലാക്ക് നമ്മൾ നടുക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ചെയ്തിരുന്നല്ലോ. അതിൻ്റെ മുകളിൽ ഇതേമാതിരി തയ്ച്ചെടുത്തു. കണ്ടതേ ഇതേമാതിരി തയ്ച്ചെടുത്തു. ഈ അപ്പോൾ 3 പോക്കറ്റിൻ്റെ 3 എണ്ണമായി. ഇനി അടുത്ത് ഞാനിതാ നീളത്തിലൊരു പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ അതിൻ്റെ മേൽവശത്ത് ഇതേമാതിരി തന്നെ ഇത് വെച്ച് തയ്ച്ചെടുത്ത്. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഈ തുണി ക്ലോത്ത് കാണാൻ പാടില്ല. അതിൽ ഇതേമാതിരി തന്നെ ഡിസൈൻ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മറ്റേ തയ്യൽ കടയിലുള്ള കട്ടിങ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുത്തത്. അതാ ഈ പീസ് നമ്മൾ തയ്ച്ചെടുത്ത ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഇവിടെ അങ്ങനെ ഫിറ്റാക്കുക. ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഈ 3 സൈഡും തയ്ച്ചു കൊടുക്കുക. അടിഭാഗം തയ്ച്ചു കൊടുക്കണം, എന്നാലല്ലേ ശരിയാവും. അടിഭാഗം തയ്ച്ചു കൊടുക്കുക. അങ്ങനെ 3 സൈഡും തയ്ച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ബ്ലാക്ക് കൊടുക്കുക. ബ്ലാക്ക് ഇതേമാതിരി കൊടുക്കുക. ബ്ലാക്ക് ഇതേമാതിരി കൊടുത്തിട്ട് ഇതേമാതിരി കുറച്ച് ഇതിൻ്റെ താഴത്തായിട്ട് കുറച്ചിങ്ങനെ പൊന്തി നിന്നൊക്കെ വിധത്തിൽ തയ്ച്ചു കൊടുത്താൽ മതി. എന്നാലൊരു ഇതുണ്ടാവും. അപ്പം അങ്ങനെ തയ്ച്ചെടുക്കുക. അതിൻ്റെ താഴെയായിട്ട് ഈ ആദ്യം തയ്ച്ചെടുത്ത വൈറ്റ് ഉണ്ടല്ലോ, ആ വൈറ്റ് തയ്ച്ചു കൊടുക്കുക. ഇതേമാതിരി
ഇത് 3 ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് 3 സൈഡിൽ തയ്ച്ച് കൊടുക്കണം. ഇതാ ഈ ഭാഗത്ത് ആദ്യം കാണിച്ചത് ഇതാവുന്ന സമയത്ത് ഈ സൈഡിൽ തയ്ച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ ഭാഗം തയ്ച്ച് കൊടുക്കുക. പിന്നെ ഈ സൈഡിൽ തയ്ച്ച് കൊടുക്കുക. അങ്ങനെ ഈ 3 സൈഡിൽ തയ്ച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ഫിറ്റാക്കി എടുക്കണം. ഫിറ്റാക്കി എടുത്ത് തയ്ച്ച് ഫിറ്റാക്കി എടുക്കുന്നത്. അതേമാതിരി ഞാൻ ഓരോന്നിൻ്റെ മുകളിൽ ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഈ സൈഡാണ് സാരി അല്ല ഓരോ പോക്കറ്റ് മാതിരി ഇവിടെ ഒരു പോക്കറ്റ്, രണ്ടാമത്തെ പോക്കറ്റ്, മൂന്നാമത്തെ പോക്കറ്റ് അതേമാതിരി ചെയ്തെടുത്തു. ഇതിൻ്റെ മുകളിൽ ഇത് ഫിറ്റാക്കി. ഇനി അടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 4 സൈഡിലും ഇവിടെ നമ്മൾ പൈപ്പിംഗ് കൊടുത്തില്ലേ, അതേമാതിരി ഈ 4 സൈഡിലുള്ള ഈ 2 വലിയ സൈഡും ഈ സൈഡിലും ഇതേമാതിരി പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു ഇത് ബോർഡർ മാതിരി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ക്ലോത്ത് തന്നെയാണ് ഈ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ആദ്യം ഇവിടെ തയ്ച്ചെടുത്തിട്ട് ഇവിടെ തയ്ച്ചെടുത്ത മാതിരി ഈ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇവിടെ അങ്ങനെ തയ്ച്ചെടുക്കുക. ഇത് മറിച്ചിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. അങ്ങനെ 4 സൈഡും ഇത് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തെടുത്ത ബാഗിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അതേമാതിരി എൻ്റെ വർക്ക് കാണാനായിട്ട്